നമസ്കാരം. സമയം 7:30 ആയപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരും ഇതാ മിഴി തുറന്നിരിക്കുന്നു മനോഹരമായ നൃത്ത കാഴ്ചകളിലേക്ക്. അതിൻ്റെ ഒരു സാമ്പിൾ സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട റോമിയോയ്ക്കും ലേലയ്ക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദിസ് ഇസ് പ്രീമിയർ ജാനുവൻ ലേത ലെറ്റ്സ് ഡാൻസ് സീസൺ 3 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു പ്രീമിയർ ഫുട്വെയർ, ദ കിങ് ഓഫ് ഫുട്വെയർസ്. സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെയും നമ്മുടെ ഡാർലിംഗ് ജഡ്ജസിനെയും. റോമിയോ ഡാർലിംഗ്, ജൂലിയറ്റ് ഡാർലിംഗ്, നമസ്കാരം, സ്വാഗതം. ശ്രീധ മാസ്റ്റർ ഡാർലിംഗ്, സ്വാഗതം. ആൻഡ് ഫൈനലി നമ്മുടെ ഡാർലിംഗ്സ് ലേല ആൻഡ് മജ്നു. ഓൾ വെൽ, ഓൾ സെറ്റ്. നമ്മുടെ ജഡ്ജസ് റെഡിയാണ്, ഞാനും റെഡിയാണ്. പ്രേക്ഷകർ കാത്തിരിക്കുന്നു, നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു. എന്തിനു വേണ്ടി? ഡെഫിനറ്റ്ലി നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ പെർഫോമൻസ് ആസ്വദിക്കാൻ വേണ്ടി, പെർഫോം ചെയ്യാൻ അവരും റെഡി. സോ സ്വാഗതം ചെയ്യുന്നു ഈ സ്റ്റേജിലേക്ക് ഇന്നത്തെ 3 റൗണ്ടുകളിൽ പെർഫോം ചെയ്യാനായി നമ്മുടെ കണ്ടസ്റ്റൻസിനെ. ഇന്നത്തെ എപ്പിസോഡിന് വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടാണ് വിത്ത് ആ സൂപ്പർ റൗണ്ട്, ശ്രീധ മാസ്റ്റർ ഹിറ്റ്സ് റൗണ്ട്. പെർഫോം ചെയ്യാൻ 2 സുന്ദരി കുട്ടികൾ വരുന്നു. താനിയ ആൻഡ് തമന്ന എന്നാണ് യൂഷ്വലി വിളിക്കാറ്. ഈ പ്രാവശ്യം തമന്ന ഇല്ല, പകരം ഗീതു. ലെറ്റ്സ് വെൽക്കം താനിയ ആൻഡ് ഗീതു ഓൺ സ്റ്റേജ്. ഹായ്, ഞങ്ങൾ ശ്രീധർ മാസ്റ്റർ റൗണ്ടിലാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. ഗ്രൂപ്പ് ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ, പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ റൗണ്ട് ശ്രീധ മാസ്റ്റർ ഹിറ്റ്സ് റൗണ്ട് ആണ്. അദ്ദേഹത്തിന്റെ ഏത് ഹിറ്റാണ്? ആ പാട്ട് പാടുവോ? വേണ്ടല്ലേ, കടന്ന കൈയൊന്നും വേണ്ട, ഡാൻസ് മതി. നമുക്ക് ഡാൻസ് ആണ് വലുത്. നന്നായിട്ട് ഡാൻസ് ചെയ്യൂ, അദ്ദേഹത്തെ ഇംപ്രസ് ചെയ്യൂ, നല്ല മാർക്ക് സ്കോർ ചെയ്യൂ. ഓൾ ദി ബെസ്റ്റ്. ഗ്രൂപ്പ് ഉണ്ടോ? ഗ്രൂപ്പിനും സ്വാഗതം സ്റ്റേജിലേക്ക്.
போதும் சந்தன கணத்தை நெட்டுறவ இந்தாயா அவ இவன் டங்கு வர அந்து வயிறும். ஆமா சொல்லிவிட்டேன். அறுப்ப இன்னைக்கு உன் டப்பாவா டான்ஸ் ஆட வைக்கல, என் பேரை மாத்தி வச்சுக்க. நீ என்ன பெரிய இவளோ? ஆமாயா நான் பெரிய ஆளுத்தேன். என்னை பார்த்தா சிறுசு பெருசு எல்லாம் எந்திரிச்சு நிக்கும். அம்புட்டு பெரிய ஆளு. பார்த்தா எனக்கு ஒண்ணு அப்படி தோணலையே. தோணாது. காட்டு பக்கம் வா, உன் எசக்க எடுக்கிறனா இல்லையான்னு பாரு. பாப்போம் இன்னைக்கு நீயா நானான்னு ஒரு கை பாத்துருவான். பட்ட பொட்டு காரி நீயும் அழகொப்பு வாடி, பட்ட பொட்டு காரி நீயும் அழகொப்பு வாடி. ஆள் இருந்தா பாப்போம், ஆள் இல்லன்னா அழியே, ஆள் இல்லன்னா போடு. தன்னே நன்னே நானே ஒரு தானே நன்னே நானே, தன்னே நன்னே நானே ஒரு தானே நன்னே நானே. ஏ ஏ ஏ ஏ ஏ ஏ வாடி, ஏ ஏ ஏ ஏ ஏ ஏ வாடி வாடி. ഇന്നത്തെ എപ്പിസോഡിലെ ബാക്കി കാഴ്ചകളിലേക്ക് കടക്കാം. പക്ഷേ അതിനു മുമ്പ് ഞങ്ങൾ പോകുന്നു ചെറിയൊരു ഷോർട്ട് കൊമേഴ്ഷ്യൽ ബ്രേക്കിലേക്ക്. ദിസ് ഇസ് പ്രീമിയർ ചാനലിലെ ലെറ്റ്സ് ഡാൻസ് സീസൺ 3. കളർഫുൾ ആയിരുന്നു നിങ്ങളുടെ പെർഫോമൻസ്. നല്ല ഞങ്ങളുടെ ഇടയിൽ നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തു. നിങ്ങൾക്ക് നല്ലൊരു കൊറിയോഗ്രാഫർ കൂടെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ കൃത്യമായി ഫോളോ ചെയ്താൽ മാത്രം മതി. ഡാൻസ് നിങ്ങൾക്ക് കളിക്കാനും അറിയാം. ഈ ഒരു പെർഫോമൻസിലൂടെ ഒരുപാട് പേരുടെ കണ്ണ് നനയിച്ചു. അലരെ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ മേളം താ. അലരെ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ മേളം താ. ഒരു ദിവസമെല്ലാം ചെയ്ത് ഇത് പ്രാക്ടീസ് ചെയ്ത സ്റ്റേജാണ് ഇത്. ആടി കളിക്കുന്ന സ്റ്റേജ്. എത്ര പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട് വൈൽഡ് കാർഡ് റൗണ്ടിൽ. എന്താ അമൽ എന്താ ചെയ്ത് ചുമ്മാ ഇങ്ങനെ ചുമ്മാ പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റേജാ ഇത്. ഗ്രൂമിങ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ ടീമുകളെ തഴയുന്ന മാതിരിയായിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം 20 കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ 20 കണ്ടസ്റ്റൻസും ഒരേപോലെയാണ്. ധാനിയ, ഗീതു, നിങ്ങളുടെ ഗുരുനാഥൻ ഒപ്പം കുറേ കുതിരകളും ചേർന്ന് നല്ലൊരു തുടക്കം തന്നു ഞങ്ങളുടെ എപ്പിസോഡിന്. താങ്ക് യു സോ മച്ച്. ജഡ്ജ്മെന്റിലേക്ക് കടക്കാം. റോമിയോ ജൂലിയറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? താനി ആൻഡ് ഗീതു അടിച്ചു പൊളിച്ചു. നല്ല പെർഫോമൻസ്. ശരിക്കും ഞങ്ങൾ ഇതാണ് പ്രതീക്ഷിച്ചത്. നിങ്ങൾ തന്നു. അതിലൊത്തിരി സന്തോഷം. താങ്ക് യു. ഗീതു അത്ര നന്നായിട്ട് ഡാൻസ് ചെയ്യുമ്പോൾ നിങ്ങളെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിരിക്കുന്നു. സോ വെൻ യു ആർ ദ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം അല്ലേ. ആൻഡ് വെരി ഗുഡ് ആറ്റിറ്റ്യൂഡ്, വെരി ഗുഡ് സ്റ്റൈൽ. മനോഹരമായി ഡാൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിനാ ചിന്ന കുഴപ്പം. വെരി ഗുഡ് ഡാൻസസ്. കൊറിയോഗ്രാഫർ വളരെ നന്നായിട്ട് ചെയ്തു. ഗീതു വളരെ നന്നായിട്ട് ചെയ്തു. അപ്പോൾ
താനിയയുടെ എക്സ്പ്രഷൻസ് ആൻഡ് ഡാൻസ് കുറച്ച് കമ്മിയായി. അത് കൊറിയോഗ്രാഫർ യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദാറ്റ്. താങ്ക് യു സോ മച്ച് ലൈല മജ്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. ചിരിച്ച് ചെയ്യാം നമുക്ക്, പക്ഷെ നമ്മൾ ചെയ്യുന്ന സോങ്ങിനനുസരിച്ച് എക്സ്പ്രഷൻസ് മാറണം. എല്ലാത്തിലും സോഫ്റ്റായി ചിരിച്ച് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നല്ലൊരു കൊറിയോഗ്രാഫർ കൂടെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൃത്യമായി ഫോളോ ചെയ്താൽ മാത്രം മതി. ഡാൻസ് നിങ്ങൾക്ക് കളിക്കാനും അറിയാം. നത്തിങ് മോർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ ചീഫ് കമൻസ്, ചീഫ് ജൂറി ശ്രീധർ മാസ്റ്റർ. വിശാൽ കൊറിയോഗ്രാഫർ നന്നായിട്ട് ആടിയില്ല. നന്നായിട്ട് ഒരു എനർജി ഉണ്ട്, ഒരു ഫുൾഫില്ലായി. ആ കണ്ടസ്റ്റൻ്റ് എല്ലാവരും കൊറിയോഗ്രാഫർ ഇങ്ങനെ വരണം, ഇങ്ങനെ നമ്മൾ കണ്ടസ്റ്റൻറ്റ് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്താൽ ഇതാണ് ഫുള്ളായിട്ട് എനർജി ആയിട്ടുണ്ട്. താനിയ നല്ല ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഫസ്റ്റ് ബിഗിനിങ്ങിൽ എല്ലാം മറന്ന് പോകും. ഇപ്പം മറക്കുന്നതിൽ എല്ലാ മൂമെൻറ്റും നല്ല ഓർമ്മ വെച്ച് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ എനർജി വേണം. ഈ സോങ് കുറിച്ച് പറയുന്നത് മായാണ്ടി കുടുംബത്തിലെ മൂവിയിലെ പൂത്ത് എന്ന സോങ്, ഇതിൽ 10 ഡയറക്ടർ ആടി. 10 ഡയറക്ടറില്ല, അവിടെ ഓരോ മൂവി ഡയറക്ടർ ആ മൂവിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ആ 10 ഡയറക്ടറും ആ സോങ്ങിൽ ആടി. അതിൽ കോറിയോഗ്രാഫ് ചെയ്ത് നാനേ സോലോവും ചെയ്ത് കൂടെ ഇരുന്ന് ആടി. ഈ സോങ്ങിൽ എന്താ ഡിഫറൻസ് ചെയ്യാൻ ഓർമ്മ ഒരു സൈഡ് മുണ്ട് ഇങ്ങനെ വയല വെച്ച് ഫുൾ സോങ് കളിച്ചു. അയ്യോ അതല്ല ഒന്നുമല്ല, വേണമെന്നാ ഞാൻ വിഷ്വലാവണ കാണിച്ചു തരാം. ഫുൾ സോങ് ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ അപ്പുറം ഇങ്ങനെ ചെയ്യണം അത് വിട്ടേക്ക് ഏതാவது കുറേ ചെയ്ത് പിന്നെ വരും. അത് താഴെ മുണ്ട് മണ്ണിൽ പോകും. തിരുപ്പി എടുത്ത് റെഡി ടേക്കിന് വായില ഫുള്ളാக മണ്ണ് ഇങ്ങനെ ചെയ്ത്. சிரிச்ச பொண்ணு பார்த்து சமஞ்ச பொண்ணு வராக காத்து கருப்பு போல கண்ணால் அடிச்சு புட்டு போறாக பட்டு சர சரக்க பொம்பளைக வராக வட்ட கும்மி அடிச்சு வசியம் பண்ண போறாக முளத்தாரி கொட்டுக்கிட்டு வராக மொத்த மனசையுமே அள்ளிக்கிட்டு போறாக മുണ്ട് വേണ്ടേ? എനിക്കൊന്ന് ലൈവായിട്ട് കാണും മാസ്റ്റർ. ഫസ്റ്റ് ഈ ടോട്ടൽ സീക്വൻസ് ഫസ്റ്റ് കോറിയോഗ്രാഫർക്ക് പെരിയ കൈയടിക്കും. അതാണ് നീ നന്നായിട്ട് ചെയ്ത്. അങ്ങനെ താണിയും ഗീതയും നന്നായിട്ട് ചെയ്യാൻ വെക്കണം. ഓക്കെ, ഗുഡ് ലക്ക്. കമന്റ്സ് ഒക്കെ കഴിഞ്ഞു. താങ്ക് യു മാസ്റ്റർ. ഇനി മാർക്സ്. ലൈല മജ്നു on 10. 9.5. 9.5 on 10. റോമിയോ ജൂലിയറ്റ് 9 on 10. 9 on 10. ഇനി മാസ്റ്ററിന്റെ മാർക്സ് 9. അപ്പോൾ നിങ്ങൾ ടോട്ടൽ സ്കോർസ് 27.5 on 30. കൺഗ്രാറ്റുലേഷൻസ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ടീം വർക്ക് എപ്പോഴും വർക്കൗട്ട് ആവാറുണ്ട്. ഈ പ്രാവശ്യം അത് തന്നെ. പക്ഷേ നിങ്ങളാണ് ഞങ്ങളുടെ കണ്ടസ്റ്റൻസ്. അവരെയൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളങ്ങ് മാറ്റി നിർത്തും. നിങ്ങളെ മാത്രമേ വാല്യൂറ്റ് ചെയ്യുള്ളൂ. സോ അതിലേക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യൂ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് അവരെ ഇനിയും കൊണ്ടുവരും. ഓക്കെ, பொங்கலிட்டோம் ഞങ്ങൾ പോകുന്നു ഒരു ചെറിയ ബ്രേക്കിലേക്ക്. വെൽക്കം ബാക്ക് ടു പ്രീമിയർ ജെനുവിൻ ലെതർ ലെറ്റ്സ് ഡാൻസ് സീസൺ 3. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു പ്രീമിയർ ഫുട്വെയർ, ദ കിങ് ഓഫ് ഫുട്വെയർസ്. നമ്മുടെ ലെവൽ 3-ലെ
ഹൈലൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന റൗണ്ട് വിച്ച് ഇസ് കളേഴ്സ് റൗണ്ട്. അടുത്തതായി നിങ്ങൾ ആസ്വദിക്കാൻ പോകുന്നത് കളേഴ്സ് റൗണ്ടിലെ പെർഫോമൻസ് ആണ്. പെർഫോമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു ഷിബു ആൻഡ് നിതീഷ്. അടുത്ത ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് കളർ റൗണ്ടാണ്. വൈറ്റ് കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഗ്രൂപ്പായിട്ടാണ് കളിക്കുന്നത്. ഇനി നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. ഷിബു, നിതീഷ്, നല്ല കളർ ചൂസ് ചെയ്തിരിക്കുന്നത് വൈറ്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാം വെള്ളയ്ക്ക്, അല്ലേ? പീസ്, ലവ് എല്ലാം കൊണ്ടുവരാം. നിങ്ങളുടെ തീം എന്താണ്? ഗേൾസ് ഹറാസ്മെന്റ്. ഓക്കെ, ഗേൾസ് ഹറാസ്മെന്റ്. അതിന് അഗേൻസ്റ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് അല്ലേ? അത് നന്നായി കൺവേ ചെയ്യാൻ സാധിക്കട്ടെ. ഒപ്പം നന്നായി ഡാൻസ് കളിക്കാനും സാധിക്കട്ടെ. ഒപ്പം നന്നായി നമ്മുടെ ജഡ്ജസിനെ ഇംപ്രസ് ചെയ്യാനും സാധിക്കട്ടെ. രണ്ടുപേർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. മനുഷ്യ, നിന്നെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന നിന്റെ വിവേചന ബുദ്ധി എവിടെ പോയി? ഒരു നിമിഷത്തെ നിന്റെ സുഖത്തിനായി നീ തല്ലിക്കെടുത്തിയത് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ്. വിധിയുടെ ക്രൂരത ഏറ്റുവാങ്ങേണ്ടി വന്ന സൗമ്യയെപ്പോലുള്ള സഹോദരിമാരുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു.
മാതാപിതാ ഗുരു ദൈവം എന്ന് വിശ്വസിച്ചിരുന്ന നമ്മൾ മനുഷ്യനല്ലാതായി തീർന്നിരിക്കുന്നു. ജന്മനാടിനെ മാതാവായി കാണുന്ന നമ്മളോട് നമ്മുടെ പിൻഗാമികൾ ഇതാണോ നമ്മുടെ ചരിത്രം എന്ന് ചോദിക്കാതിരിക്കാൻ ചരിത്രത്തിന്റെ കറുത്ത കൊടികൾ പറിച്ചെറിഞ്ഞ് നന്മയുടെയും ശാന്തിയുടെയും സ്നേഹത്തിന്റെയും വെള്ളക്കൊടികൾ നാട്ടാം. വരുന്ന തലമുറയ്ക്ക് നെഞ്ചിൽ തൊട്ട് ആത്മാർത്ഥമായി പറയാം, ഞാനൊരു ഭാരതീയനാണ്, ഞാനൊരു ഭാരതീയനാണെന്ന്. നാളെ നമ്മുടെ സഹോദരിമാർ ദൈവത്തോട് നീ എന്തേ എന്നെ സ്ത്രീയായി സൃഷ്ടിച്ചു എന്ന് ചോദിക്കാതിരിക്കാൻ നമുക്ക് ഒന്നിച്ചു നിൽക്കാം. നമ്മുടെ ഹൃദയത്തിൽ നന്മയുടെ വെള്ളക്കൊടികൾ നാട്ടാം. ഞങ്ങളിതാ വീണ്ടും പോകുന്ന ഒരു കുട്ടി ബ്രേക്കിലേക്ക്. എങ്ങും പോരുത്, പെട്ടെന്ന് തിരിച്ചു വരാം. ദിസ് ഇസ് പ്രീമിയർ ജെന്യുൻ ലെതർ ലെറ്റ്സ് ഡാൻസ് സീസൺ 3. ഗോവിന്ദസ്വാമി അവർ ജയിലിക്ക് പോകുമ്പോൾ ഹൗ ഹി വാസ് ഇപ്പോൾ വളരെ ഗ്ലാമറായി പോയി. എന്താണ് നടക്കുന്നത് നമുക്കറിയില്ല, ഒന്നും ഞങ്ങൾക്കും അറിയില്ല. അതന്നെ ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നത്, എന്താണ് ഈ സംഭവിക്കുന്നത്. സത്യത്തിൽ ബ്ലാക്ക് കളറിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു എപ്പിസോഡ് ആയിരുന്നു അത്. പക്ഷെ വളരെ ബ്രില്യൻ്റ് ആയി നിങ്ങളത് വൈറ്റ് എന്ന കളറിലേക്ക് കോപ്പറേറ്റ് ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പെർഫോം ചെയ്തു. എല്ലാം ഡിസ്റ്റർബൻസ് ഉണ്ടാവും, സോങ്സ് പ്രോബ്ലം ഉണ്ടാവും, മാനേജ്മെൻറ്റ് പ്രോബ്ലം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ജയിക്കണം, കഷ്ടപ്പെട്ടാൽ ജയിക്കും. ബട്ട് ദ ആറ്റിറ്റ്യൂഡ് റോങ് ആണ്, സീരിയസ്ലി റോങ്. സോറി ടു സേ ദിസ്. അമൽ വൈഷ്ണവി ഈ സ്റ്റേജിൽ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. ഷിബു നിതീഷ്, എന്താ പറയാന്നറിയില്ല. നിങ്ങൾ പെർഫോം ചെയ്തപ്പോൾ സൗമ്യ ഇതാണ് ഇവിടെ ഇങ്ങനെ തങ്ങി നിന്നത്. ബിക്കോസ് എറണാകുളത്തെ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്തിരുന്ന കുട്ടിയാണ്, ഞാൻ കണ്ടിട്ടുണ്ട് ആ കുട്ടിയെ. നിങ്ങളെടുത്ത ഈ ഒരു തീം നന്നായിരുന്നു. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിന് ഭയങ്കര ആൾക്കാർ കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര ബഹളവും കാര്യങ്ങളും എതിർപ്പും ഒക്കെ ആയിരിക്കും. പിന്നെ ഒന്നുമില്ല, പിന്നെ വീണ്ടും വേറൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അതിന് കുറെ പേര്. ഇതല്ലാതെ ഇതിന് മൊത്തത്തിൽ മാറാൻ അല്ലെങ്കിൽ മീഡിയക്ക് അതൊരു പബ്ലിസിറ്റി മാത്രമാണ്. നമ്മുടെ കുട്ടികൾ ഇനിയും വളർന്നു വരികയാണ്. തീർച്ചയായിട്ടും സേഫ് അല്ല. അതാണ് എനിക്ക് നമ്മളെ എല്ലാത്തിലും നമ്മളെല്ലാം ഒന്നാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പരസ്പര സ്നേഹമാണെന്നൊക്കെ പറയുകയും ചെയ്യും. എന്താണ് ഇതിന്റെ പിന്നിൽ റീസൺ നമ്മൾക്കൊന്നും. പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇതേപോലെ ഒരു പെർഫോമൻസിലൂടെ ഒക്കെ ഒരു മെസ്സേജ് കൊടുത്തോണ്ടല്ലോ, തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ്. എനിക്ക് കാരണം നിങ്ങൾ ഈ ഒരു പെർഫോമൻസിലൂടെ ഒരുപാട് പേരുടെ കണ്ണ് നനയിച്ചു, കുറെ പേരുടെ കണ്ണുകൾ തുറപ്പിക്കാൻ ആയി. തീർച്ചയായിട്ടും ഇവിടെ മാത്രമല്ല, ഓൾ ഓവർ ഇന്ത്യ, ഓൾ ഓവർ ദ വേൾഡ് നടക്കുന്ന ഒരു വിഷയം. ഇൻഫാക്ട് ആ ഡൽഹി റേപ്പ് ഇൻസിഡൻറ്റ് പിന്നെ നമ്മളെല്ലാം വിചാരിച്ചത് ഇത് സ്റ്റോപ്പ് ആവുന്നു. പക്ഷേ അത് പിന്നെ இன்னும் நிறைய ന്യൂസ് വന്നിട്ടേ ഉണ്ട് ന്യൂസ് പേപ്പേഴ്സിലോ. അത് മീഡിയ എല്ലാവരും കവർ ചെയ്തിട്ടുണ്ട്. ഇൻഫാക്ട് അത് ഫോട്ടോസ് കൂടെ ഞാൻ കണ്ടു. ഗോവിന്ദസ്വാമി അവർ ജയിലിക്ക് പോകുമ്പോൾ ഹൗ ഹി വാസ് ഇപ്പോൾ വളരെ ഗ്ലാമറായി പോയി. എന്താണ് നടക്കുന്നത് നമുക്കറിയില്ല, ഒന്നും ഞങ്ങൾക്കും അറിയില്ല. അതന്നെ ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നത്, എന്താണ് ഈ സംഭവിക്കുന്നത്. So as part of Amrita TV's Let's Dance family, we'd all request the government and the entire country, please do something about this. Save women, save them from rape and murder. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. താങ്ക് യു ഫോർ യുവർ കമന്റ്സ്. ഇനി ലൈല മജ്നു. കൺസെപ്റ്റ് വളരെ ക്ലിയർ ആണ്, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. സൗമ്യ ആയാലും ഷാരി ആയാലും പേരില്ലാത്ത ഒരുപാട് പെൺകുട്ടികളായാലും ഇങ്ങനത്തെ അവസ്ഥ അനുഭവിക്കുന്നുണ്ട് കേരളത്തിൽ, ഇന്ത്യയിൽ. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നില്ല, അങ്ങനെ സംഭവിക്കാതെ ഇരിക്കട്ടെ. നമ്മുടെ പെർഫോമൻസിനെ പറ്റി പറയുമ്പോൾ വൈറ്റാണ് ചൂസ് ചെയ്തിട്ടുള്ള കളർ. പീസ്, സമാധാനത്തിൻ്റെ നിറമാണ് വൈറ്റ്. സത്യത്തിൽ ബ്ലാക്ക് കളറിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു എപ്പിസോഡായിരുന്നു അത്. പക്ഷെ വളരെ ബ്രില്യൻ്റ് ആയി നിങ്ങളത് വൈറ്റ് എന്ന കളറിലേക്ക് കോപ്പറേറ്റ് ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പെർഫോം ചെയ്തു. കളർ റൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു കളർ ചൂസ് ചെയ്ത് ആ കളർ എന്താണോ
ഇന്ന കളർ വൈറ്റ് എന്ന് പറയുമ്പോൾ അത് പീസാണ് കൺവേ ചെയ്യുന്നത്. ആ പീസ് എങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എന്നുള്ളതിന് ഒരു തീം എടുത്ത് നിങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഡാൻസും നീറ്റായിരുന്നു. ഇമോഷൻസ് കാണിക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കെയർഫുൾ ആവുക, ആർട്ടിഫിഷ്യലായി പോവാതിരിക്കുക ഇമോഷൻസ് കാണിക്കുമ്പോൾ. അത് നിങ്ങൾ ഡാൻസേഴ്സാണ്, ആക്ടേഴ്സ് അല്ല. അപ്പോൾ ആ ഒരു പ്രോസസ്സിലേക്ക് കൂടെ കടന്നു ചെല്ലുക. ഒരു കംപ്ലീറ്റ് വേറൊരു പേഴ്സണെയാണ് നമുക്ക് ഈ സ്റ്റേജിൽ നിന്ന് വേണ്ടത്. അപ്പോൾ ആക്ടിങ് അല്ലെങ്കിൽ ഇമോഷൻസ് കൺവേ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. ഡാൻസ് പാട്ടൊക്കെ നന്നായിരുന്നു. ഓൾ വിഷസ്. താങ്ക് യു ലൈല മജ്നു. ശ്രീധർ മാസ്റ്റർ, ഒരു അഴകാன കളറാണ് വെളുത്ത കളർ ചൂസ് ചെയ്ത്, ഒരു സമാധാനത്തെല്ലാം ഈ കളറാണ് ചൂസ് ചെയ്യും. നല്ലൊരു മെസ്സേജാണ്. പെർഫോമൻസ് കുറിച്ച് പറഞ്ഞാൽ ഇത് പോരാ, അത് എത്ര ഒരു പെയിൻഫുള്ളാണ് ഒരു അല്ലേ, അത് ഒന്നും നിറയെ എക്സ്ട്രാ ഒത്തിരി പ്രാക്ടീസ് ചെയ്യണം. ഒത്തിരി എക്സ്പ്രഷൻ ചെയ്താൽ അത് ആഡിയൻസ്ക്ക് പോയി ചേരും. ഫാളിങ് ഇല്ല, நல்ல ஒரு மெசேஜை கரெக்டாகிட்டு പറയുമ്പോൾ അത് പവർഫുള്ളായിട്ട് പറയും. நாங்களாம் സംസാരിക്കില്ല, நீங்கள் செய்கிற மெசேஜ் டான்ஸில் காணிக்கல, அதுவே எல்லாருக்கும் நல்ல மெசேஜாகிட்டு போகணும். நீங்கள் செலக்ட் செய்த கலர் மாதிரி உங்கள் பர்ஃபார்மன்ஸ் உண்டு. இட்ஸ் நைஸ், இட்ஸ் குட் லக். என்னோட மார்க்கு 9 ആണ്. താങ്ക്സ് സർ. 9 on 10. റോമിയോ ജൂലിയറ്റ് 9.5. 9.5. താങ്ക്സ് സർ. 9.5 on 10. 28 on 30. Your total score. ഇനി ഒരു ശാരി ഉണ്ടാവാതിരിക്കട്ടെ, പേരറിയാത്ത ഇതുപോലുള്ള അവസ്ഥകളിൽ പെടുന്ന ആരും ഉണ്ടാവാതിരിക്കട്ടെ. നിങ്ങൾ ആൺകുട്ടികളാണ്, നമുക്ക് എല്ലാവർക്കും ചേർന്ന് അതിനുവേണ്ടി പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ആഫ്റ്റർ ഓൾ, സോ ഓൺ ദാറ്റ് നോട്ട് ഞങ്ങൾ പോകുന്ന ഒരു ചെറിയ ബ്രേക്കിലേക്ക്. ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ടില്ല, ഒരു പെർഫോമൻസ് കൂടി ബാക്കിയുണ്ട്. ബട്ട് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്, ദിസ് ഈസ് പ്രീമിയർ ജെനുവിൻ ലെതർ ലെറ്റ്സ് ഡാൻസ് സീസൺ 3. അലരെ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിൻ്റെ മേളം താ. അലരെ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിൻ്റെ മേളം താ. ഒരു ദിവസമെല്ലാം ചെയ്ത് ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റേജാണ്. ഇത് ആടി കളിക്കുന്ന സ്റ്റേജ്. എത്ര പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട് വൈൽഡ് കാർഡ് റൗണ്ടിൽ. എന്താ അമൽ എന്താ ചെയ്ത് ചുമ്മാ ഇങ്ങനെ ചുമ്മാ അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റേജാണ് ഇത്. എല്ലാം ഡിസ്റ്റർബൻസ് ഉണ്ടാവും, സോങ്സ് പ്രോബ്ലം ഉണ്ടാവും. ജയിക്കണം, കഷ്ടപ്പെട്ടാൽ ജയിക്കും. ബട്ട് ആറ്റിറ്റ്യൂഡ് റോങ് ആണ്, സീരിയസ്ലി റോങ്. സോറി ടു സേ ദിസ്. അമൽ വൈഷ്ണവി ഈ സ്റ്റേജിൽ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. ഇന്നത്തെ എപ്പിസോഡിലെ അവസാനത്തെ റൗണ്ടിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക് ടു പ്രീമിയർ ജെനുവിൻ ലെതർ ലെറ്റ്സ് ഡാൻസ് സീസൺ 3. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു പ്രീമിയർ ഫുട്വെയർ, ദ കിങ് ഓഫ് ഫുട്വെയർസ്. ബ്രേക്കിന് മുമ്പ് നിങ്ങൾ ആസ്വദിച്ചത് ഷിബുവിൻ്റെയും നിതീഷിൻ്റെയും കളേഴ്സ് റൗണ്ടാണ്. ഇനി നിങ്ങൾ ആസ്വദിക്കാൻ പോകുന്നത് നമ്മളുടെ അമലിൻ്റെയും വൈഷ്ണവിയുടെയും മലയാളം ലെജൻഡ്സ് റൗണ്ട്. സ്വാഗതം ചെയ്യുന്നു പെർഫോമൻസിനായി അവരെ വേദിയിലേക്ക്. അമൽ ആൻഡ് വൈഷ്ണവി, ഞങ്ങളുടെ വളരെ സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ് നിങ്ങൾ രണ്ടുപേരും. സോ നിങ്ങളിൽ നിന്നുള്ള പ്രതീക്ഷകൾ വാനോളമാണ്. മലയാളം ലെജൻഡ്സ് റൗണ്ട്, ഏത് ലെജൻഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്? മുകേഷ്. എന്തടേ? ഓക്കെ, അദ്ദേഹത്തിന്റെ പാട്ട് കാക്കക്കുയിൽ എന്ന് പറഞ്ഞ ഫിലിമിലെ ഗോവിന്ദ ഗോവിന്ദ എന്നുള്ള സോങ്ങും മാന്താർമത്തായി സ്പീക്കിലെ മച്ചാനേവ. ശരി, ഓക്കെ. അപ്പോൾ തകർത്ത് പെർഫോം ചെയ്യൂ. ഓൾ ദി വെരി ബെസ്റ്റ്. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. അലരെ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിൻ്റെ മേളം താ. അലരെ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിൻ്റെ മേളം താ. മിന്നലടിക്കും മേഘത്തിൽ മിന്നി മിനുങ്ങും ഗോവിന്ദ, സങ്കരത്തിൽ പാഞ്ഞെത്തി മംഗളമരുളും ഗോവിന്ദ. ഏ പോലോ പോലോ രാധേ പോ ഏ തിത്തിത്താരം തൊട്ടെന്നാൽ നേരു നേരു നെഞ്ചിൽ തുള്ളാട്ടം. ഏ ഗോവിന്ദ 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 ആനന്ദ ഗോവിന്ദ ആനന്ദ ഗോവിന്ദ 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 ആനന്ദ ഗോവിന്ദ അലരെ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിൻ്റെ മേളം താ. മുന്നിൽ നൃത്തം വയ്ക്കുന്നേ, മുത്തിൽ മുത്തം വയ്ക്കുന്നേ, മേലെ മൂവന്തി
ഗോപാല ഈ നാലും കൂടണ കവലകളിൽ ഈ നഗര നിലാവിൻ കുമിളകളിൽ ഒരു രാധാകൃഷ്ണ നീല കൃഷ്ണ നീയേ സൗഭാഗ്യം അമൽ വൈഷ്ണവി, ലെജൻസ് റൗണ്ട് കഴിഞ്ഞു. മുകേഷ് ആയിരുന്നു നിങ്ങൾ ചൂസ് ചെയ്ത ലെജൻഡ്. അദ്ദേഹത്തിന് 2 പാട്ട് എടുത്തുകൊണ്ട് വന്നു. ക്രിയേറ്റീവ് ആക്കാൻ ശ്രമിച്ചു, മറ്റേ ഷാഡോ സ്ക്രീനൊക്കെ കൊണ്ടുവന്ന് വെച്ചു. വർക്കൗട്ട് ആയോ? എന്ത് തോന്നുന്നു? ചോദിക്കാം. ദാറ്റ് ഇസ് ബെറ്റർ. ലേല മജ്നു എങ്ങനെയുണ്ടായിരുന്നു? കൊറിയോഗ്രാഫി കുറച്ച് വീക്ക് എന്ന് പറയുമ്പോൾ ബോയ്സ് കോർഡിനേഷൻ ഇല്ല. ആ പോർഷൻ ഞങ്ങൾ കൊറിയോഗ്രാഫി ചെയ്തു. ഷാഡോ വർക്ക് മാത്രം സുജിൻ മാസ്റ്റർ. ഷാഡോ വർക്ക് നോക്കുമ്പോൾ അത് ഷാഡോ വർക്ക് നല്ല കോൺസെപ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്ലിയർ ആയിട്ടില്ല ഷാഡോ വർക്ക്. ഒരു പ്രാക്ടീസിന് ചെയ്യുമ്പോൾ അത് ഷാഡോ എന്ന് പറയുമ്പോൾ അതിന് ലെങ്ത് എന്താണ്, നമ്മൾ ഒരു ഫുൾ ഫിഗർ വരുന്നുണ്ടോ അത് നോക്കണം. അത് നോക്കുമ്പോൾ അത് ശരിയായിട്ട് ഹെഡ് കട്ടായി. സോ ഹെഡ് കട്ടാകുമ്പോൾ അതിനെ കറക്റ്റായിട്ട് അനുസരിക്കണം. ബട്ട് കോൺസെപ്റ്റ് വൈസും നിങ്ങൾ സോങ് വൈസ് നോക്കുമ്പോൾ അത്രയും പോരില്ല. നമ്മൾ ഒരു ലെവൽ ഓഫ് ഡാൻസ് ഉണ്ടാവും. ആ ലെവലിൽ വിട്ട് നിങ്ങൾ താളെ പോയി. ആ താളെ പോകുമ്പോൾ യു ആർ നോട്ട് എ ഗുഡ് ഡാൻസേഴ്സ്. അതായി പോകണം. റൈറ്റ് നൗ ഫോർ മൈ പോയിന്റ് ഐ വിൽ സേ യു ഹാവ് നോട്ട് ഇംപ്രൂവ്ഡ് അറ്റ് ഓൾ. യു ഹാവ് ടു ഇംപ്രൂവ് എന്ന് പറഞ്ഞു, ഇംപ്രൂവ് ആയിട്ടില്ല. താങ്ക് യു ലേല മജ്നു. ഇനി റോമിയോ ജൂലിയറ്റ്. വളരെ ക്ലംസി ആയിട്ടുണ്ട്, എസ്പെഷ്യലി ദ ഫസ്റ്റ് ഡാൻസ്. ആൻഡ് സെക്കൻഡ് ഡാൻസ് ക്ലിയർ ആയിട്ടില്ല. ഷാഡോസ് ഹെഡ് കട്ടായി പോയി, പ്രാക്ടീസ് ചെയ്തില്ല. ഓൾറെഡി പ്രീവിയസ് എപ്പിസോഡിൽ -1 കിട്ടിയ അല്ലേ, ഗ്രൂമിങ് ഇല്ലാതെ. ഇത് കൂടെ ഗ്രൂമിങ് ചെയ്തില്ല. ഗ്രൂമിങ് ചെയ്യാൻ നമ്മൾ ചെന്നു, പക്ഷേ ഡയറക്ടർ പറഞ്ഞിരുന്നു ഗ്രൂമിങ്ങിന് ചെല്ലണം എന്ന്. വിനു മാസ്റ്റർ അടുത്ത് ഗ്രൂം ചെയ്തില്ല. I'm sorry to say, but നിങ്ങൾ ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ ഓവർ കോൺഫിഡൻസ് മാതിരി ഇருக்கு. അമൽ വാസ് വെരി ഡൾ. എന്തിനാ ഇത്ര ഡല്ലായിട്ടുണ്ട്? ഒരു ലൈഫില്ല ഡാൻസിൽ. വൈഷ്ണവി ഇൻ ദ ബിഗിനിങ് ലൈഫ് ഉണ്ട് രണ്ട് ഡാൻസിൽ, എക്സ്പ്രഷൻസ് ഉണ്ട്. പക്ഷേ യു കെപ്റ്റ് ഫർഗെറ്റിംഗ് എ ലോട്ട് ഓഫ് മൂമെന്റ്സ്. വളരെ ക്ലംസി ആയി പോയി ടുവേർഡ്സ് ദി എൻഡ്. ഇഫ് ഐ ഗിവ് യു 6 points, you guys will get eliminated. I don't want that. നിങ്ങൾ നല്ല പേരാണ്. 7 maybe you will scrape through. I don't know. So I'll just give you 7. താങ്ക് യു. കമൻസിനും മാർക്സിനും. മാസ്റ്റർ കമൻസ് പറഞ്ഞില്ല. ശ്രീധർ മാസ്റ്റർ. അമൽ വൈഷ്ണവി എത്ര ദിവസം എടുത്ത് പ്രാക്ടീസ് ചെയ്യാം? 1 days. ഇന്നലെ നൈറ്റ്. കാരണം ഗ്രൂപ്പ് ട്രിവാൻഡ്രത്തെ ഗ്രൂപ്പാണ് നമുക്ക് ചെയ്തത്. ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വരുന്നു. ജാലിയ ഇവിടെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. സീരീസ് ആയാലും നോക്കിയിട്ടില്ലല്ലേ?
ഒരു ദിവസമെല്ലാം ചെയ്ത് ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റേജാണ്. ഇത് ആടി കളിക്കുന്ന സ്റ്റേജ്. എത്ര പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട് വൈൽഡ് കാർഡ് റൗണ്ടിൽ. എന്താ അമൽ എന്താ ചെയ്ത് ചുമ്മാ ഇങ്ങനെ ചുമ്മാ അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റേജാ ഇത്. ഒരു ദിവസത്തിൽ ചെയ്ത് ലാസ്റ്റ് സെക്കൻഡ് ലെവൽ എന്താ പറഞ്ഞു? ഹാഫ് ആൻ അവർ 1 hour നൈറ്റ് 12 o'clock എല്ലാ കണ്ടസ്റ്റൻസ് ഇട്ട് എന്താ പറഞ്ഞു? ഒരു ഗ്രൂമിങ് സെക്ഷൻ എന്ന് പറയുമ്പോൾ 1-2 ടീമുകളെ തഴയുന്ന മാതിരിയായിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം 20 കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ 20 കണ്ടസ്റ്റൻസും ഒരേപോലെയാണ്. എന്താണ് ആ പറഞ്ഞത്? അതൊരു വലിയൊരു എന്താണ് ആ അമൽ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ പാർഷ്യൽ ആവുന്നു എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? നമ്മുടെ ഈ എപ്പിസോഡിൽ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയ ഒരു കാര്യമാണ് നമ്മുടെ കണ്ടസ്റ്റൻ്റ് ആയ അമൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സിംപ്ലി ഇറ്റ് മെന്റ് നമ്മൾ ആരും ജെന്യുവൻ ആയിട്ടല്ല അവരോട് എല്ലാ കണ്ടസ്റ്റന്റെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് അമൽ ഹിന്റ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ക്ലിയർ ചെയ്യണം. അത് നമ്മുടെ ഓഡിയൻസിന് നമ്മൾ ക്ലിയർ ചെയ്ത് തരേണ്ട ആവശ്യം ഞങ്ങളുടെ അത് റെസ്പോൺസിബിലിറ്റിയാണ്. സോ ആ ചടങ്ങിലേക്ക് ഞാൻ കടക്കുന്നു. വി വോണ്ട് ടു നോ ദാറ്റ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഞങ്ങൾക്ക് അറിയണം. ഞങ്ങൾക്ക് ജഡ്ജസിന് അറിയണം, ബാക്കി എല്ലാവരും അറിയണം. സോ നമ്മുടെ കണ്ടസ്റ്റൻസ് കുറച്ച് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരെല്ലാവരും ഞാൻ ഈ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. ഇപ്പോൾ ഗ്രൂമിങ്ങിൽ ഏതാ പ്രോബ്ലം ഉണ്ടോ? മൈക്ക് കൂടെ ഫസ്റ്റ് പേര് ഞങ്ങൾ ഗ്രീൻ ചൂസ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്തു. മറ്റേ വൈറ്റിന് വേണ്ടി ചോദിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ തീം ഇതാണ്, അപ്പോൾ വൈറ്റാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ വൈറ്റ് കിട്ടിയില്ല. ആ ഒരു ബുദ്ധിമുട്ടല്ലാതെ വേറെ ഒന്നും ഇല്ലായിരുന്നു. എല്ലാം ഇപ്പം മാർക്ക് ഇവിടെ ഡാൻസ് കളിക്കുമ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് പറയണേ. ഇപ്പം ഏതാ പ്രോബ്ലം പറ. ഞങ്ങളിപ്പോൾ ചോദിച്ച എല്ലാ സോങ്സും കളേഴ്സും എല്ലാം ഞങ്ങൾക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാ കളേഴ്സും കിട്ടി. മാസ്റ്റർ സോങ് സീറ്റ്സ് കിട്ടി. വേറെന്താ ലെജൻസും ഇതുതാ വേണമെന്ന് ചോദിച്ചപ്പോൾ കിട്ടി. എല്ലാം ബിഫോറായി നല്ല പ്രാക്ടീസ് ചെയ്ത് 15 days 20 days നല്ല പ്രാക്ടീസ് ചെയ്ത് എല്ലാം കറക്റ്റാ പ്രാക്ടീസ് ചെയ്തു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഗ്രൂമിങ് ക്ലാസ്സിൽ വന്ന് ഇരുന്നു. അതേ ടൈമിൽ തന്നെ ഞങ്ങൾ പ്രാക്ടീസും ചെയ്തു. വേറെ ഒരു പ്രോബ്ലം ഉണ്ടായില്ല. നെക്സ്റ്റ് ഞങ്ങൾക്ക് ഗ്രൂമിങ്ങിന് വരാൻ പറ്റില്ല. എന്തിനാ? കുറച്ച് മെഡിക്കൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷെ വിളിക്ക് പറയാൻ പറ്റിയില്ല. ഞങ്ങളുടെ തെറ്റാണ്. ഞങ്ങളുടെ ഡാൻസൊക്കെ ഓക്കെയാണ്. റൗണ്ട്സിലൊന്നും ഞങ്ങൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. കളർ ചൂസ് ചെയ്തതും ഒക്കെ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെജൻഡ് വിനു മാസ്റ്റർ പറഞ്ഞു തന്നതിൽ ഞങ്ങൾ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് പറഞ്ഞു കൊടുത്ത. വേറെ കുഴപ്പമൊന്നുമില്ല, പ്രത്യേകിച്ച് പരാതിയൊന്നുമില്ല. വിനു മാസ്റ്റർ 9 മണിക്ക് വരാൻ പറഞ്ഞാൽ നമ്മൾ കൃത്യസമയത്ത് വരുന്നുണ്ട്. ഞങ്ങൾക്കെല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് കിട്ടിയത്. എല്ലാം വന്നു. വരും. உங்களுக்கு എല്ലാം വരും. എനിക്ക് അറിയാം. നെക്സ്റ്റ് നെക്സ്റ്റ് നോ പ്രോബ്ലം, കുഴപ്പമില്ല. നെക്സ്റ്റ് മാസ്റ്റർ, ഇവിടെ ഗ്രൂമിങ് നടക്കുന്ന സമയത്ത് വിനു മാസ്റ്റർ 9 മണിക്ക് ഇവിടെ എത്താൻ പറഞ്ഞിട്ട് പല പേരും പല സമയത്താണ് വരുന്നത്. 10-ാം തീയതി ഞങ്ങൾ ഗ്രൂമിങ്ങിന് രാവിലെ ഇവിടെ എത്തിയ സമയത്ത് ആകെ 4 പേരേ ഉള്ളൂ ഗ്രൂം ചെയ്യാൻ വേണ്ടിയിട്ട്. വേറെ ആരും വന്നിട്ടില്ല. ഓരോ പേരും ഓരോരോ സമയത്താണ് വരുന്നത്. അങ്ങനെ 1-2 അവർ വിനു മാസ്റ്റർ വെയിറ്റ് ചെയ്തു. അതിനുശേഷം വന്നവരെ മാസ്റ്റർ ഗ്രൂം ചെയ്തിട്ടില്ല. ഓക്കെ. നെക്സ്റ്റ് പ്രാവശ്യം 8 o'clock ഇവിടെ എല്ലാ രജിസ്റ്റർ ഉണ്ടാവും. എല്ലാ 2-3 അസിസ്റ്റന്റ് മേലോട്ട് നോക്കും. അതെല്ലാം ക്ലിയർ ചെയ്യാം. അതെല്ലാം ഓക്കെ. എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇതിനകത്ത് എത്ര പേര് ഗ്രൂമിങ്ങിന് 3 പാട്ട് കറക്റ്റ് എഡിറ്റ് ചെയ്ത് കറക്റ്റായിട്ട് കളിച്ച് കാണിച്ചെന്ന് മാസ്റ്റർ ചോദിക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഫൈനൽ കണ്ടസ്റ്റൻസ് അമൽ ആൻഡ് വൈഷ്ണവി ആയിരുന്നു. അവരവരുടെ മലയാളം ലെജൻഡ്സ് റൗണ്ടിലാണ് പെർഫോം ചെയ്തത്. പെർഫോമൻസ് കഴിഞ്ഞു. അതിൻ്റെ ഇവാലുവേഷൻ്റെ ഇടയ്ക്ക് അമൽ പറഞ്ഞൊരു സിംഗിൾ കമൻറ്റ്, നമ്മളുടെ ഗ്രൂമിംഗ് സെക്ഷനിൽ പല കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് നമ്മൾ പാർഷ്യൽ ആവുന്നുണ്ട് എന്നൊരു കമൻറ്റ്. ആ കമൻറ്റിനെ ഫോളോ അപ്പ് ചെയ്താണ് ഇവരെയൊക്കെ സ്റ്റേജിലേക്ക് വിളിക്കേണ്ടി വന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ടു. ഇനി അതിൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് നമ്മളെല്ലാവരും നോക്കുകയാണ്. മാസ്റ്റർക്ക് അറിയുള്ളൂ അതെന്താണെന്ന്. മാസ്റ്ററിലേക്ക് ഞാൻ കൈമാറുന്നു. പ്ലീസ് മാസ്റ്റർ. ഫസ്റ്റ് ആൾ കണ്ടസ്റ്റൻറ്റ് ഫസ്റ്റ് ഡിസിപ്ലിൻ മുഖ്യം അല്ലേ? ഒരേ 6 പേരാണ് വന്ന് കറക്റ്റായിട്ട് ഗ്രൂമിങ്. മറ്റേ പേരെല്ലാം വന്നിട്ടില്ല ടൈമിങ്. ഞാൻ അത്ര എന്നെ ഇൻസൾട്ട് ചെയ്തു. ഫസ്റ്റ് ഒരു മാസ്റ്റർ പറഞ്ഞ് കറക്റ്റായി ഗ്രൂമിങ്ങിൽ വരണമെന്ന് പറഞ്ഞ് എല്ലാവർക്കും നിനക്ക് ഓരോ ഷൂട്ടിംഗ് ഉണ്ട്, എല്ലാവർക്കും എവറി ടൈം ഏതാவது പണി ഉണ്ടാവും. അത് അത്തனை പേരും யார் வரில்ல அவருக்கு எல்லாருக்கும் மார்க் குறைக்கும்.
കറക്റ്റായിട്ട് ഇവിടെ വന്ന് ആടി കാണിച്ചൊക്കെ മാർക്ക് കുറയ്ക്കില്ല. ഇവിടെ കൂടെ ഞാൻ പറയുന്നുണ്ട് എല്ലാം ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താ പയ്യൻ കണ്ടസ്റ്റൻസ് നന്നായിട്ടുണ്ട്, ഷൂട്ടിങ്ങിൽ വരണം, നല്ല മേലോട്ട് എങ്ങനെ ചെയ്യാം അങ്ങനെ ഒவ்வொருത്തരും നോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടാലൻറ്റ് ഉണ്ട്. ഞാൻ പറയും അവിടെ ചെന്നൈയിൽ പോയി ചെന്നൈയിൽ ഏതാவது ഷോ വേണാൽ ഞാൻ ഇവിടെ നിന്ന് വിളിക്കും. ഇത്ര ഓപ്ഷനുണ്ട്, ഇത്തனை സ്റ്റേജ്. ചുമ്മാ ഇവർ ഇങ്ങനെ അവർ അങ്ങനെ இல்லை. இது ஸ்ட்ரிக்ட்டு. எனக்கு மெயின் டிசிப்ளின், கண்டஸ்டன்ஸ் கரெக்டாகிட்டு டைமுக்கு வரணும். எல்லாம் டிஸ்டர்பன்ஸ் உண்டாகும், சாங்ஸ் ப்ராப்ளம் உண்டாகும். ஜெயிக்கணும், கஷ்டப்பட்டால் ஜெயிக்கும். பட் இது ஆட்டிடியூட் ராங் ആണ്, സീരിയസ്ലി ராங். സോറി ടു സേ ദിസ്. അമൽ വൈഷ്ണവി ഈ സ്റ്റേജിൽ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. ഡിസിഷൻ വളരെ ഓപ്പണായിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മളെല്ലാവരും അത് കേട്ടു. സോ ദാറ്റ് ഈസ് ഫൈനൽ. ലെറ്റ്സ് ഡാൻസ് പ്രീമിയർ ജെന്യുവൻ ലെതർ ലെറ്റ്സ് ഡാൻസ് സീസൺ 3യുടെ ലെവൽ 3യിൽ നിന്ന് അമൽ ആൻഡ് വൈഷ്ണവി എലിമിനേറ്റഡ് ആയി. വൈഷ്ണവി എന്താണ് പറയണോ? വൈഷ്ണവി, യു വാണ്ട് ടു കണ്ടിന്യൂ? പറ ഉനക്ക് ഇത് സ്റ്റേജ് ഇഷ്ടമാ? യു വാണ്ട് ടു കണ്ടിന്യൂ ദ സ്റ്റേജ്? പറ വൈഷ്ണവി, അമൽ ഇല്ലാതെ കണ്ടിന്യൂ ചെയ്യാൻ ഒക്കുവോ? ചെയ്യും. ഓക്കെ, എഴുതിയെല്ലാം ഓക്കെ. വൈൽഡ് കാർഡിൽ നോക്കാം, யாராவது கண்டஸ்டன்ஸ் நல்ல ஸ்ட்ராங்கான கண்டஸ்டன்ட் உண்டானா നോക്കാം. நான் പ്രൊഡ്യൂസർ ഡിപ്പാർട്ട്മെൻറ്റിൽ പറഞ്ഞ് ഡയറക്ടർ ഡിപ്പാർട്ട്മെൻറ്റിലും പറഞ്ഞ് കണ്ടിന്യൂ ചെയ്യാൻ നോക്കാമെന്നാൽ ഡെഫിനറ്റായി യു ക്യാൻ കണ്ടിന്യൂ. ഓക്കെ ഓക്കെ. സോ നമ്മളുടെ ആദ്യത്തെ ഡിസിഷനിൽ നിന്ന് ചെറിയൊരു ട്വിസ്റ്റ്, ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അമലൻ വൈഷ്ണവി എലിമിനേറ്റഡ് ആണെന്നാണ് മാസ്റ്റർ നേരത്തെ പറഞ്ഞത്. ബട്ട് വൈഷ്ണവിക്ക് കണ്ടിന്യൂ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ടെന്നും ഇവിടെ എല്ലാവർക്കും അറിയാം. സോ അത് കൺസിഡർ ചെയ്തിട്ട് മാസ്റ്ററും നമ്മുടെ പ്രൊഡ്യൂസറും ചേർന്ന് ഒരു ഡിസിഷൻ ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞു. വൈഷ്ണവിക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ വൈൽഡ് കാർഡിൽ മറ്റും നമ്മൾ നോക്കിയിട്ട് വൈഷ്ണവിക്ക് പറ്റിയൊരു കണ്ടസ്റ്റൻറ്റിനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഷീ വിൽ ഡെഫിനറ്റ്ലി കണ്ടിന്യൂ വിത്ത് അസ് ഇൻ പ്രീമിയർ ജെന്യുവൻ ലെതർ ലെറ്റ്സ് ഡാൻസ് സീസൺ 3. നിർത്തുകുട്ടി കരച്ചിൽ, നല്ലൊരു ഡിസിഷൻ അല്ലേ? ആൻഡ് അമൽ, ടാറ്റ. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ സിറ്റുവേഷൻ. സോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ബെസ്റ്റ് ഫുഡ് സ്റ്റെപ്സ് ഉണ്ടോ? ഓ ഷാൽ വി സ്കിപ്പ്? ചെയ്ത് ഗാരകോണല്ലേ താനിയ ഗീതു. ബെസ്റ്റ് ഫുഡ് സ്റ്റെപ്സ് ഓഫ് ദി ഡേ താനിയ ആൻഡ് ഗീതു. നമ്മുടെ ഇന്നത്തെ ആ ഒരു സെഗ്മെന്റ് കൂടി ഇതായിപ്പോ കഴിഞ്ഞു. വിച്ച് വാസ് പ്രീമിയർ ജെന്യുവൻ ലെതർ ദി ബെസ്റ്റ് ഫുഡ് സ്റ്റെപ്സ് ഓഫ് ദി ഡേ കിട്ടിയിരിക്കുന്നത് താനിയ ആൻഡ് ഗീതു. നല്ലൊരു കൈഡി കൊടുക്കാം അവർക്ക്. താങ്ക് യു സോ മച്ച്. Congratulations, Tanya and Geetu plus Vishal Master. അടുത്ത എപ്പിസോഡിൽ കാണാം. Till then you guys take care, stay blessed, good night, and this is Premier Genuine Leather Let's Dance Season 3. हुआ सुभान अल्लाह, जो हो रहा है पहली दफा है वल्लाह. मामा मामा ट्रीट, enna मामा मामा ट्रीट, नानु enna मरक्क नीयु विण्णु पोरक्कु इंda ट्रीट दाने रूट. eppa मामा मामा ट्रीट. ശരത് ഒരു സ്റ്റൈലിൽ സെപ്പറേറ്റായി ഡാൻസ് ചെയ്തിട്ടുണ്ട്, ആര്യ ഒരു സ്റ്റൈലിൽ സെപ്പറേറ്റായി ഡാൻസ് ചെയ്തിട്ടുണ്ട്. இதுக்கு சோலோ டான்ஸே பண்ணிடலாமே, எதுக்கு 2 பேர் சேர்ந்து டுவெட் ஆடணும்? എനിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയണം, உங்களுக்கு കണ്ടിന്യൂ ചെയ്യാൻ ഇഷ്ടം ഉണ്ടാ ഇല്ല.
ഇപ്പം ഇഷ്ടമില്ലാന്നും പറഞ്ഞു കാസ്റ്റ്, അതായത് ചെയ്ത പെർഫോമൻസിൽ കാണുന്നുണ്ട്. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം, ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തക്കിലടി മേളം, ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്, കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ. വേൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ. ധില്ലം ധില്ലം ധളം കണക്ക ചെണ്ടമൃതങ്ങ മേലേക്കാവിൽ പൂരക്കാവടി നീലിക്കോലടി കാവടി മേളം. ഹേ നാട്ടുകളരി കച്ചമുറുക്കണ ഭാഷയറ്റടി പൂഴിക്കടകൻ ചാടിക്കെട്ടി വരമ്പിരി വെട്ടി തോതിര കടകമുടിയും തടയും താളം ഒക്കടകൻ താളം. ശരത് ഒരു സ്റ്റൈലിലോ സെപ്പറേറ്റായി ഡാൻസ് ചെയ്തിട്ടുണ്ട്, ആര്യ ഒരു സ്റ്റൈലിലോ സെപ്പറേറ്റായി ഡാൻസ് ചെയ്തിട്ടുണ്ട്. இதுக்கு சோலோ டான்ஸே பண்ணிடலாமே, எதுக்கு 2 பேர் சேர்ந்து டுவெட் ஆடணும்? എനിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയണം, உங்களுக்கு കണ്ടിന്യൂ ചെയ്യാൻ ഇഷ്ടം ഉണ്ടാ ഇല്ല. ഇപ്പം ഇഷ്ടമില്ലാന്നും പറഞ്ഞു കാസ്റ്റ്, അതായത് ചെയ്ത പെർഫോമൻസിൽ കാണുന്നുണ്ട്. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം, ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തക്കിലടി മേളം, ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്, കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ. വേൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ. ധില്ലം ധില്ലം ധളം കണക്ക ചെണ്ടമൃതങ്ങ മേലേക്കാവിൽ പൂരക്കാവടി നീലിക്കോലടി കാവടി മേളം. ഹേ നാട്ടുകളരി കച്ചമുറുക്കണ ഭാഷയറ്റടി പൂഴിക്കടകൻ ചാടിക്കെട്ടി വരമ്പിരി വെട്ടി തോതിര കടകമുടിയും തടയും താളം ഒക്കടകൻ താളം.